പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, GDPTയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൺവെൻഷണൽ ബൈൻഡിംഗ് എന്ന പാഠഭാഗമാണ്. ബൈൻഡിംഗ് അഥവാ ബുക്ക് ബൈൻഡിംഗ് എന്ന പദം എല്ലാവർക്കും സുപരിചിതമാണല്ലോ. അച്ചടിച്ചതോ അല്ലാത്തതോ ആയ ഒരു കൂട്ടം ഷീറ്റുകൾ ഒന്നിച്ചു ചേർത്ത് തുന്നി ബലപ്പെടുത്തി ഭംഗിയുള്ള പുറംചട്ട കൊടുക്കുമ്പോഴാണ് പുസ്തകമെന്ന രൂപം കൈവരുന്നത്. ഇവയിൽ ചിലത് വായിക്കുവാൻ മാത്രം ഉപയോഗിക്കുമ്പോൾ മറ്റുള്ളവ എഴുതുവാനും കണക്കുകൾ സൂക്ഷിക്കുവാനും ഉപയോഗിക്കുന്നു എന്നുള്ള വ്യത്യാസമാണുള്ളത്. ഉപയോഗത്തെ മുൻനിർത്തി ഇവ ബൈൻഡ് ചെയ്യുന്ന ഘടനയും രീതിയും രണ്ട് തരത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നതിനാൽ ഇവയെ രണ്ടായി തരംതിരിക്കാം. ഒന്നാമത്തേത് ലെറ്റർ പ്രസ് ബൈൻഡിംഗ്, രണ്ടാമത്തേത് സ്റ്റേഷനറി ബൈൻഡിംഗ്. ലെറ്റർ പ്രസ് ബൈൻഡിങ്ങിൽ വായിക്കുവാൻ ഉപയോഗിക്കുന്ന എല്ലാ ഇനം പുസ്തകങ്ങളും ന്യൂസ് വർക്കുകളും ഉൾപ്പെടുന്നു. സ്റ്റേഷനറി ബൈൻഡിങ്ങിലാകട്ടെ എഴുതുവാനും കണക്കുകൾ സൂക്ഷിക്കുവാനും ഉപയോഗിക്കുന്ന എല്ലാ പുസ്തകങ്ങളും ഉൾപ്പെടുന്നു. അതായത് അക്കൗണ്ട് ബുക്ക്, ബിൽ ബുക്ക്, ചെക്ക് ബുക്ക്, ലേബലുകൾ, നോട്ട് പുസ്തകങ്ങൾ, ലെറ്റർ പാഡുകൾ, ഫയൽ ബുക്കുകൾ, ഫയൽ ബോർഡ്, ടാബ്ലറ്റുകൾ, കാറ്റലോഗുകൾ, ലൂസ് ലീഫ് ബൈൻഡിംഗ്, തോങ് ബൈൻഡിംഗ്, റിംഗ് ബൈൻഡിംഗ് ഇവയെല്ലാം സ്റ്റേഷനറി ബൈൻഡിങ്ങിൽ ഉൾപ്പെടുന്നു. ലെറ്റർ പ്രസ് ബൈൻഡിങ്ങിനെ വീണ്ടും നാലായി തരംതിരിച്ചിരിക്കുന്നു. എക്സ്ട്രാ ലെതർ ബൈൻഡിംഗ്, ലൈബ്രറി ബൈൻഡിംഗ്, മിസലേനിയസ് ബൈൻഡിംഗ്, പബ്ലിഷേഴ്സ് ബൈൻഡിംഗ് എന്നിങ്ങനെയാണ്. മെഷീൻ്റെ സഹായം കൂടാതെ ടൈറ്റ് ബാക്കായാണ് എക്സ്ട്രാ ലെതർ ബൈൻഡിംഗ് നടത്തുന്നത്. കവറിങ്ങിന് ലെതറോ അതിനനുസരിച്ചുള്ള മറ്റ് വസ്തുക്കളോ ഉപയോഗിക്കുന്നു. അധികം ചെലവ് വരാതെ നല്ല സാധനങ്ങൾ ഉപയോഗിച്ചാണ് ലൈബ്രറി ബൈൻഡിംഗ് നടത്തുന്നത്. സാധാരണയായി ഹാഫ് ബൈൻഡിംഗ്, ഫുൾ ബൈൻഡിംഗ് രീതിയിലും ലൈബ്രറി ബൈൻഡിംഗ് ചെയ്യാറുണ്ട്. മിസലേനിയസ് ബൈൻഡിംഗ് പലതരത്തിലുള്ള കവറുകൾ ഉപയോഗിച്ച് ആകർഷണീയമായ രീതിയിൽ ബൈൻഡ് ചെയ്യുന്നു. ഈ ബൈൻഡിംഗ് രീതിയിൽ കാലിക്കോ, ലെതർ മുതലായവ കവർ നിർമ്മാണത്തിന് ഉപയോഗിക്കാറില്ല. പബ്ലിഷേഴ്സ് ബൈൻഡിംഗ് പബ്ലിഷർ ആദ്യമായി പുസ്തകം അച്ചടിക്കുമ്പോൾ വളരെ വില കൂടിയ സാധനങ്ങൾ ഉപയോഗിച്ച് ബൈൻഡ് ചെയ്യാറില്ല. കഴിയുന്നിടത്തോളം മെഷീൻ്റെ സഹായത്തോടെയാണ് എല്ലാ ജോലികളും ചെയ്യുന്നത്. ഫുൾ ക്ലോത്തിൽ ബൈൻഡ് ചെയ്യേണ്ട സന്ദർഭങ്ങളിൽ പുസ്തകവും കവറും പ്രത്യേകം ചെയ്ത് കവറിനുള്ളിൽ പുസ്തകത്തെ ഇൻസേർട്ട് ചെയ്ത് പിടിപ്പിക്കുന്ന പതിവാണുള്ളത്. ഇതിന് കേസ് ബൈൻഡിംഗ് എന്നാണ് സാധാരണയായി പറയുന്നത്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ലെറ്റർ പ്രസ് ബൈൻഡിങ്ങിനെ പറ്റിയാണ്. ഇനി നമുക്ക് സ്റ്റേഷനറി ബൈൻഡിംഗ് എന്താണെന്ന് നോക്കാം. എഴുതുവാനും കണക്കുകൾ സൂക്ഷിക്കുവാനും ഉപയോഗിക്കുന്ന എല്ലാത്തരം പുസ്തകങ്ങളും സ്റ്റേഷനറി ബൈൻഡിങ്ങിലാണ് ഉൾപ്പെടുന്നത്. അതായത് അക്കൗണ്ട് ബുക്ക്, ബിൽ ബുക്ക്, ചെക്ക് ബുക്ക്, ലേബലുകൾ, നോട്ട് പുസ്തകങ്ങൾ, ലെറ്റർ പാഡുകൾ, ഫയൽ ബുക്കുകൾ, ഫയൽ ബോർഡ്, ടാബ്ലറ്റുകൾ, കാറ്റലോഗുകൾ, ലൂസ് ലീഫ് ബൈൻഡിംഗ്, തോങ് ബൈൻഡിംഗ്, റിംഗ് ബൈൻഡിംഗ് മുതലായവയെല്ലാം തന്നെ സ്റ്റേഷനറി ബൈൻഡിങ്ങിലാണ് ഉൾപ്പെടുന്നത്. ലെറ്റർ പ്രസ് ബൈൻഡിങ്ങിൽ എന്ന പോലെ തന്നെ സ്റ്റേഷനറി ബൈൻഡിങ്ങിനെയും നാലായി തരംതിരിച്ചിരിക്കുന്നു. അക്കൗണ്ട് ബുക്ക് ബൈൻഡിംഗ്, മാനിഫോൾഡ് ബൈൻഡിംഗ്, ജനറൽ ആൻഡ് ഓഫീസ് സ്റ്റേഷനറി ബൈൻഡിംഗ്, എക്സസൈസ് നോട്ട് ബുക്ക് ബൈൻഡിംഗ് എന്നിവയാണവ. അക്കൗണ്ട് ബുക്ക് ബൈൻഡിംഗ് മെഷീൻ്റെ സഹായം കൂടാതെ കൈകൊണ്ടാണ് ഇതിലെ എല്ലാ ജോലികളും ചെയ്യുന്നത്. ടേപ്പ് സോയിങ് ആണ് ഇതിന് ഉപയോഗിക്കുന്നത്. ക്ലോത്ത് ജോയിൻ മെയ്ഡൻറ്റ് പേപ്പർ ഉപയോഗിച്ച് സ്പ്രിംഗ് ബാക്കോടുകൂടി ഹാഫ് ലെതറോ ഫുൾ ലെതറോ ആയി ബൈൻഡ് ചെയ്യുന്നു. ഇതിനെ ലെഡ്ജർ ബൈൻഡിംഗ് എന്നാണ് പറയുന്നത്. അടുത്തത് മാനിഫോൾഡ് ബൈൻഡിംഗ്. രസീത് ബുക്ക്, ബിൽ ബുക്ക്, ചെക്ക് ബുക്ക് മുതലായവ തുച്ഛമായ ചെലവിൽ പേപ്പർ കവർ ഉപയോഗിച്ച് മെഷീൻ്റെ സഹായത്തോടെ ബൈൻഡ് ചെയ്യുന്നു. ഇവയ്ക്ക് നമ്പറിംഗ്, പെർഫറേഷൻ തുടങ്ങിയവ ഉണ്ടായിരിക്കും. ജനറൽ ആൻഡ് ഓഫീസ് സ്റ്റേഷനറി ബൈൻഡിംഗ് ഫയൽ ബുക്കുകൾ, ഫയൽ ബോർഡുകൾ, റൈറ്റിംഗ് ബോർഡുകൾ, ലെറ്റർ പാഡുകൾ മുതലായ ഓഫീസ് സംബന്ധമായവ ബൈൻഡ് ചെയ്യുന്നതിന് ജനറൽ ആൻഡ് ഓഫീസ് സ്റ്റേഷനറി ബൈൻഡിംഗ് ആണ് ഉപയോഗിക്കുന്നത്. എക്സസൈസ് നോട്ട്ബുക്ക് ബൈൻഡിംഗ് വിദ്യാർത്ഥികളുടെ ആവശ്യത്തിന് മെഷീൻ ഉപയോഗിച്ചോ അല്ലാതെയോ ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ചെയ്യുന്ന ബൈൻഡിംഗ് ആണിത്. സ്റ്റൈൽസ് ഓഫ് ബൈൻഡിംഗ് അഥവാ ബൈൻഡിങ്ങിൻ്റെ രീതി. പുസ്തകം ഏതെല്ലാം തരത്തിൽ ബൈൻഡ് ചെയ്യാമെന്ന് 3 കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ബുക്കിൻ്റെ വലിപ്പം, അതിൻ്റെ ഉപയോഗം,
പുസ്തകം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ വില. എന്നാൽ പുസ്തകങ്ങളെ ബൈൻഡ് ചെയ്തിരിക്കുന്ന കവറിൻ്റെ രൂപമനുസരിച്ചാണ് അവയെ തരംതിരിച്ചിരിക്കുന്നത്. പേപ്പർ ബാക്ക് കട്ട് ഫ്ലഷ് ബൈൻഡിംഗ്. ആഴ്ചപ്പതിപ്പുകൾ, ടെക്സ്റ്റ് ബുക്കുകൾ, മാസികകൾ, നോട്ട് ബുക്കുകൾ തുടങ്ങിയ ഒറ്റ സെക്ഷനോ ഒന്നിലധികം സെക്ഷനോ ഉള്ള ചെറിയ പുസ്തകങ്ങൾക്ക് പേപ്പർ കവറിട്ട് സാഡിൽ സ്റ്റിച്ച് അഥവാ സ്റ്റാബ്ഡ് സ്റ്റിച്ച് ചെയ്ത് എഡ്ജുകളെ കട്ട് ചെയ്യുന്നു. ചില സന്ദർഭങ്ങളിൽ ഒന്നിലധികം വരുന്ന സെക്ഷനുകളുള്ള പുസ്തകങ്ങൾ സ്റ്റാബ്ഡ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പേപ്പർ കവർ ഒട്ടിച്ച് എഡ്ജുകൾ കട്ട് ചെയ്യുന്നു. ഇതിനെ പേപ്പർ ബാക്ക് കട്ട് ഫ്ലഷ് ബൈൻഡിംഗ് എന്നാണ് പറയുന്നത്. ബോർഡ് കവേർഡ് കട്ട് ഫ്ലഷ് ബൈൻഡിംഗ്. അച്ചടിച്ചതോ അല്ലാത്തതോ ആയ ഷീറ്റുകളെ മടക്കി അടുക്കി തുന്നിക്കെട്ടി അനുയോജ്യമായ പേപ്പർ ബോർഡ് കവർ ഇട്ട് എഡ്ജ് ട്രിം ചെയ്തെടുക്കുന്ന ബൈൻഡിങ്ങിനെയാണ് കട്ട് ഫ്ലഷ് ബൈൻഡിംഗ് എന്ന് പറയുന്നത്. ഈ ബൈൻഡിങ്ങിൽ സ്ക്വയേഴ്സ് ഉണ്ടായിരിക്കില്ലെന്ന് മാത്രമല്ല ഒരു താഴ്ന്ന തരം ബൈൻഡിങ് കൂടിയാണിത്. ക്വാർട്ടർ ബൗണ്ട് കട്ട് ഫ്ലഷ് ബൈൻഡിങ്. കാലിക്കോ അല്ലെങ്കിൽ ലെതർ കൊണ്ട് പുസ്തകത്തിൻ്റെ ചുവട്ടിലും ചുവടോട് ചേർന്ന് വരുന്ന ബോർഡിൻ്റെ ഇരുവശങ്ങളിലും കുറച്ച് ഭാഗത്ത് ഒട്ടിച്ച് ബാക്കി ഭാഗത്ത് കളർ പേപ്പർ അഥവാ മാർബിൾ പേപ്പർ കൊണ്ട് ഒട്ടിച്ച് പൊതിയുന്നു. ഈ ഇനം ബൈൻഡിങ്ങിൻ്റെ ബാക്ക് മെറ്റീരിയൽസ് അതിൻ്റെ വശത്തിൻ്റെ 8/1 ഭാഗം മാത്രമേ വിസ്താരമുള്ളൂ. പുസ്തകത്തിൻ്റെ ബാക്കിൽ കാലിക്കോ ഉപയോഗിച്ചാൽ ക്വാർട്ടർ കാലിക്കോ ബൈൻഡിംഗ് എന്നും ലെതർ ഉപയോഗിച്ചാൽ ക്വാർട്ടർ ലെതർ ബൈൻഡിംഗ് എന്നും പറയുന്നു. ബൈൻഡിങ്ങിന് ശേഷം എഡ്ജുകളെ കട്ട് ചെയ്യുകയാണെങ്കിൽ ക്വാർട്ടർ ക്ലോത്ത് അഥവാ ക്വാർട്ടർ ലെതർ കട്ട് ഫ്ലഷ് ബൈൻഡിംഗ് എന്ന് പറയുന്നു. ക്വാർട്ടർ ക്ലോത്ത് ടേൺഡ് ഇൻ ബൈൻഡിംഗ്. ക്വാർട്ടർ ബൈൻഡിംഗ് ചെയ്യുന്ന രീതിയിൽ കവറിംഗ് മെറ്റീരിയൽസ് ഒട്ടിക്കുന്നതിന് മുൻപ് പുസ്തകത്തിൻ്റെ അരികുകൾ കട്ട് ചെയ്തതിന് ശേഷം പുസ്തകത്തിൻ്റെ കവറിംഗ് മെറ്റീരിയൽസ് ബോർഡിൻ്റെ അരികു കാണാതെ ഉള്ളിലേക്ക് മടക്കി ഒട്ടിക്കുകയാണെങ്കിൽ ക്വാർട്ടർ ക്ലോത്ത് ടേൺഡ് ഇൻ എന്ന് പറയുന്നു. ഇതിന് സ്ക്വയേഴ്സ് ഉണ്ടായിരിക്കുകയില്ല. ഹാഫ് ബൗണ്ട്. ഇതിൽ ബാക്ക് മെറ്റീരിയൽസ് കവറിൻ്റെ ബാക്കിലും കോർണറുകളിലും ഉപയോഗിക്കുന്നു. ബാക്ക് കവറിൻ്റെ 4/1 വിസ്താരത്തിലാണ് ബാക്ക് മെറ്റീരിയൽസ് ഒട്ടിക്കുന്നത്. ഇതിൻ്റെ കവറിൻ്റെ പുറത്തുള്ള കോർണറുകൾ പൊതുവെ ചെറുതാണ്. ഇത്തരത്തിൽ ബൈൻഡ് ചെയ്യുന്ന പുസ്തകങ്ങളുടെ വശങ്ങൾ അനുയോജ്യമായ ബൈൻഡിംഗ് മെറ്റീരിയൽസ് കൊണ്ട് ഒട്ടിക്കുന്നു. പുസ്തകത്തിൻ്റെ ബാക്കിലും കോർണറുകളിലും കാലിക്കോ ഉപയോഗിച്ചാൽ ഹാഫ് ക്ലോത്ത് എന്നും ലെതർ ഉപയോഗിച്ചാൽ ഹാഫ് ലെതർ എന്നും പറയുന്നു. ഹാഫ് ലെതർ ഉപയോഗിച്ച് ബൈൻഡ് ചെയ്യുമ്പോൾ വശങ്ങളിൽ കളർ പേപ്പർ ഉപയോഗിച്ചാൽ ഹാഫ് ലെതർ വിത്ത് കളർ പേപ്പർ എന്നും വശങ്ങളിൽ കാലിക്കോ ഉപയോഗിച്ചാൽ ഹാഫ് ലെതർ വിത്ത് കാലിക്കോ എന്നും പറയുന്നു. ഫുൾ ബൗണ്ട്. ബുക്കിനെ ഏതെങ്കിലും ഒരേ ഒരു ബൈൻഡിംഗ് മെറ്റീരിയൽ കൊണ്ട് പൂർണ്ണമായും കവർ ചെയ്യുന്നു. ഇതിനെയാണ് ഫുൾ ബൈൻഡിംഗ് എന്ന് പറയുന്നത്. ബൈൻഡ് ചെയ്യുന്നതിനായി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസാണ് പേപ്പർ, ബോർഡ്, ബൈൻഡിംഗ് ക്ലോത്ത്, ലെതർ, ടേപ്പ്, പേസ്റ്റ്, ഗം, അനിമൽ ഗ്ലൂസ്, സിന്തറ്റിക് അഡ്ഹസീവ്സ്, ത്രെഡ് മുതലായവ. ബോർഡുകൾ സാധാരണയായി 78 സെൻറ്റിമീറ്റർ × 102 സെൻറ്റിമീറ്റർ വലുപ്പത്തിലാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് അവ മുറിച്ച് ഉപയോഗിക്കും. സ്ട്രോ ബോർഡുകളും മിൽ ബോർഡുകളുമാണ് സാധാരണയായി ബുക്ക് ബൈൻഡിങ്ങിന് ഉപയോഗിക്കുന്നത്. സ്ട്രോ ബോർഡ്, മിൽ ബോർഡ്, പൾപ്പ് ബോർഡ്, ഡ്യൂപ്ലെക്സ് ബോർഡ്, ഇൻഡെക്സ് ബോർഡ് മുതലായവ വിവിധ ഇനം ബോർഡുകളാണ്. അഡ്ഹസീവ്സ്. ബുക്ക് ബൈൻഡിങ്ങിനായി വിവിധ ഇനം അഡ്ഹസീവ്സ് ഉപയോഗിക്കാറുണ്ട്. അവയിൽ ചിലത് വെജിറ്റബിൾ അഡ്ഹസീവ്സ്, അനിമൽ ഗ്ലൂസ്, സിന്തറ്റിക് അഡ്ഹസീവ്സ്, ഹോട്ട് മെറ്റൽ അഡ്ഹസീവ്സ് മുതലായവയാണ്. ഇതിൽ തന്നെ വെജിറ്റബിൾ അഡ്ഹസീവ്സിനെ പേസ്റ്റ് എന്നും ഗം എന്നും രണ്ടായി തിരിച്ചിരിക്കുന്നു. സ്റ്റെപ്സ് ഇൻ ബൈൻഡിങ്. ബൈൻഡിങ്ങിനെ വിവിധ ഘട്ടങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. വെയർഹൗസിംഗ്, ഫോർവേഡിംഗ്, കവറിംഗ്, ഫിനിഷിംഗ് ഇവയാണവ. അടുത്തതായി വെയർഹൗസിംഗ് ഓപ്പറേഷൻസ് എന്താണെന്ന് നോക്കാം. ഒന്നാമത്തേത് കൗണ്ടിംഗ്. പേപ്പറുകളെ എണ്ണി കണക്കാക്കുന്നതിന് കൗണ്ടിംഗ് എന്ന് പറയുന്നു. കൗണ്ടിംഗ് നടത്തിയതിന് ശേഷം കീറിയതോ കേടുവന്നതോ ആയ ഷീറ്റുകൾ ഒഴിവാക്കുന്നു. അടുത്തതായി ജോഗിംഗ്.
കടലാസിൻ്റെ ചുളുക്കുകൾ നിവർത്തുന്നതിന് ജോഗിംഗ് എന്ന് പറയുന്നു. പേപ്പറുകൾ, ബുക്കുകൾ, പാഡുകൾ ഇവയ്ക്ക് ഒരിക്കലും ചുളുക്കുണ്ടായിരിക്കാൻ പാടില്ല. പുസ്തകം തയ്ക്കുന്നതിനും ട്രിം ചെയ്യുന്നതിനും മുമ്പ് തന്നെ ചുളുക്കുകളുണ്ടെങ്കിൽ അവ നിവർത്തി മാറ്റിയിരിക്കണം. കൂടാതെ ഹെഡും ബാക്കും തട്ടിയൊതുക്കി നിരപ്പാക്കുകയും വേണം. ചുളുക്കുള്ള പേപ്പറുണ്ടെങ്കിൽ ചുളിവുകൾ നിവർത്തി വേണം ബുക്ക് നിർമ്മാണത്തിന് ഉപയോഗിക്കാൻ. പ്രസ്സിംഗ്. ജോഗ് ചെയ്തതിന് ശേഷം പേപ്പർ നിപ്പിംഗ് പ്രസ്സിൻ്റെ സഹായത്തോടെ പ്രസ് ചെയ്യുന്നു. അടുത്തത് ഫോൾഡിംഗ്. പുസ്തകങ്ങൾ ബൈൻഡ് ചെയ്യുന്നതിൻ്റെ ആദ്യ പടിയാണ് ഫോൾഡിംഗ്. അച്ചടിച്ച ഭാഗങ്ങൾ ക്രമത്തിന് മടക്കുമ്പോൾ പുസ്തകത്തിന് അനുസൃതമായ അളവിലും കനത്തിലും കിട്ടുന്നു. അതേസമയം ഇമ്പോസിങ്ങിന് അനുസൃതമായി മടക്കുമ്പോൾ പേജുകളുടെ മുറ തെറ്റാതെ ഒരു സെക്ഷൻ കിട്ടുന്നു. പുസ്തകത്തിൻ്റെ അച്ചടിച്ച ഷീറ്റുകൾ മടക്കുന്നത് വളരെ ശ്രദ്ധയോടുകൂടി വേണം. അല്ലെങ്കിൽ പ്രിൻ്റ് ചെയ്ത ഷീറ്റുകളുടെ മാർജിനുകൾ ഒരേ ക്രമത്തിൽ തുല്യമല്ലാതെയും ബാക്ക് മാർജിൻ ഒരേ ക്രമത്തിലല്ലാതെയും പ്രിൻ്റ് മാറ്റർ പേജിൽ ചരിഞ്ഞതായും കാണപ്പെടും. ഗ്യാതറിംഗ്. ഫോൾഡിങ്ങിനെ തുടർന്നുള്ള പ്രവൃത്തിയാണ് ഗ്യാതറിംഗ്. മടക്കിയ സെക്ഷനുകളെ പുസ്തകത്തിൻ്റെ ക്രമത്തിനനുസരിച്ച് കൂട്ടിച്ചേർത്ത് ഒരു മുഴുവൻ പുസ്തകമാക്കുന്ന പ്രവൃത്തിയാണ് ഗ്യാതറിംഗ് എന്ന് പറയുന്നത്. ഒരു പുസ്തകത്തിന് ആവശ്യമുള്ള ഭാഗങ്ങൾ എല്ലാം മടക്കിയെടുത്തതിന് ശേഷം അവ സിഗ്നേച്ചർ മുറപ്രകാരം ഓരോന്നോരോന്നായി എടുത്തടുക്കി ഒരു മുഴുവൻ പുസ്തകമാക്കുന്നു. ഈ പ്രവൃത്തിയാണ് ഗ്യാതറിംഗ് എന്ന് പറയുന്നത്. സിഗ്നേച്ചർ. ഗ്യാതറിങ്ങിനെ പറ്റി പറഞ്ഞപ്പോൾ സിഗ്നേച്ചർ എന്ന പദം നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. എന്താണ് സിഗ്നേച്ചർ? ബുക്ക് വർക്കിൽ ഓരോ ഫോറത്തിൻ്റെ ആദ്യ പേജിൽ അവസാനത്തെ വരിയുടെ ഫുട്ട് മാർജിനിൽ ഇടത്തെ അറ്റത്ത് കൊടുക്കുന്ന അക്ഷരങ്ങളോ അക്കങ്ങളോ അടങ്ങിയ അടയാളങ്ങളാണ് സിഗ്നേച്ചർ എന്ന് പറയുന്നത്. കൊളേറ്റിംഗ്. ഗ്യാതറിങ്ങിന് ശേഷം ബുക്കാക്കുന്നതിന് തയ്യാർ ചെയ്ത സെക്ഷനുകൾ അവയുടെ ക്രമീകരണം ശരിയാണോ എന്ന് തയ്യലിന് മുമ്പ് പരിശോധിക്കുന്നതിനെയാണ് കൊളേറ്റിംഗ് എന്ന് പറയുന്നത്. സിഗ്നേച്ചറോ കൊളേറ്റിംഗ് മാർക്കോ ഉപയോഗിച്ചാണ് കൊളേറ്റിംഗ് നടത്തുന്നത്. സ്റ്റിച്ചിങ് ആൻഡ് സൂയിങ്. ഗ്യാദർ ചെയ്ത സെക്ഷനുകളെ നൂലുപയോഗിച്ച് തുന്നി ബലപ്പെടുത്തുന്നതിനെ സൂയിങ് എന്നും കനം കുറഞ്ഞ കമ്പി ഉപയോഗിച്ച് തുന്നുന്നതിനെ സ്റ്റിച്ചിങ് എന്നും പറയുന്നു. വയർ സ്റ്റിച്ചിങ് സാധാരണയായി രണ്ട് രീതിയിലാണ് ചെയ്യാറുള്ളത്. ഒന്നാമത്തേത് സാഡിൽ സ്റ്റിച്ചിങ്, രണ്ടാമത്തേത് സൈഡ് സ്റ്റിച്ചിങ്. പുസ്തകത്തിൻ്റെ മടക്കിൻ്റെ അകവശത്ത് മധ്യത്തുകൂടി തയ്ക്കുന്നതിനെയാണ് സാഡിൽ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത്. കട്ടി കുറഞ്ഞ മാസികകൾ, ആഴ്ചപ്പതിപ്പുകൾ, ലഘുലേഖകൾ മുതലായവയാണ് സാഡിൽ സ്റ്റിച്ച് ചെയ്യുന്നത്. സൈഡ് സ്റ്റിച്ചിങ്. സെക്ഷനുകളെല്ലാം ചേർത്ത് വച്ച് പുറകുവശത്തെ അരികെ ചേർത്ത് സ്റ്റിച്ച് ചെയ്യുന്നു. തന്മൂലം പുസ്തകം നല്ലവണ്ണം നിവർത്തുവാൻ സാധിക്കുന്നില്ല. കട്ടിയുള്ള മാസികകൾ, പേപ്പർ കവറിൽ ബൈൻഡ് ചെയ്യുന്ന താഴ്ന്നയിനം കഥാപുസ്തകങ്ങൾ, പാഠപുസ്തകങ്ങൾ മുതലായവയെല്ലാം സൈഡ് വൈസ് സ്റ്റിച്ചിങ് ആണ് ചെയ്യുന്നത്. വിവിധ വലിപ്പത്തിലുള്ള പുസ്തകങ്ങളെ നൂലുപയോഗിച്ച് തുന്നുന്നതിനെയാണ് ത്രെഡ് സൂയിങ് എന്ന് പറയുന്നത്. വിവിധ തരത്തിലുള്ള സൂയിങ്ങുകളാണ് ഓവർകാസ്റ്റ് സൂയിങ്, കോഡ് സൂയിങ്, ടേപ്പ് സൂയിങ്, ഫ്ലെക്സിബിൾ സൂയിങ് മുതലായവ. ഫോർവേഡിങ്. സൂയിങ്ങിന് ശേഷം കവറിങ് വരെ ചെയ്യുന്ന ഓപ്പറേഷൻസിനെയാണ് നമ്മൾ ഫോർവേഡിങ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഇത് ഇൻവേർഡ് ഫോർവേഡിംഗ് എന്നും ഔട്ട്വേർഡ് ഫോർവേഡിംഗ് എന്നും രണ്ടായി തിരിച്ചിരിക്കുന്നു. ഇതിൽ എൻഡ് പേപ്പർ അറ്റാച്ചിങ്, ഫ്രേയിങ് ദ സ്ലിപ്സ്, ഗ്ലൂയിങ് ദ ബാക്ക്, റൗണ്ടിങ്, ബാക്കിംഗ്, ബോർഡ് അറ്റാച്ചിങ്, ട്രിമ്മിങ് ദ എഡ്ജസ്, എഡ്ജ് ഡെക്കറേഷൻ ഇവയെല്ലാം ഫോർവേഡിംഗ് ഓപ്പറേഷനിലാണ് വരുന്നത്. ബുക്കിനെയും ബോർഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് ബുക്കിൻ്റെ ഇരുവശങ്ങളിലും ഒട്ടിച്ചോ തുന്നിയോ പിടിപ്പിക്കുന്ന പേപ്പറുകളെയാണ് എൻഡ് പേപ്പർ എന്ന് പറയുന്നത്. പുസ്തകത്തിൻ്റെ ഉൾപേജുകൾ കേടുകൂടാതെ ഇരിക്കുന്നതിനും പുസ്തകം ഏറെക്കാലം ഈട് നിൽക്കുന്നതിനും എൻഡ് പേപ്പറുകൾ സഹായിക്കുന്നു. സെൽഫ് എൻഡ് പേപ്പർ, സിംഗിൾ എൻഡ് പേപ്പർ, ഡബിൾ എൻഡ് പേപ്പർ, മെയ്ഡ് എൻഡ് പേപ്പർ, ക്ലോത്ത് ജോയിൻ്റ് എൻഡ് പേപ്പർ, സിഗ്സാഗ് എൻഡ് പേപ്പർ എന്നിവയാണ് വിവിധ തരത്തിലുള്ള എൻഡ് പേപ്പറുകൾ. സെൽഫ് എൻഡ് പേപ്പർ. സാധാരണയായി എക്സസൈസ് ബുക്കുകൾക്കാണ് സെൽഫ് എൻഡ് പേപ്പർ ഉപയോഗിക്കുന്നത്. ബുക്കിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും ഷീറ്റ് ബോർഡിനോട് ചേർത്തൊട്ടിക്കുന്നു.
സിംഗിൾ എൻഡ് പേപ്പർ വളരെ ലളിതമായ രീതിയിലുള്ള ഒരു എൻഡ് പേപ്പറാണ് സിംഗിൾ എൻഡ് പേപ്പർ. 2 ഷീറ്റുകളാണ് ഇതിനുള്ളത്. ഒന്ന് പേസ്റ്റിംഗ് ഷീറ്റും രണ്ടാമത്തേത് ലൂസ് ലീഫും. എൻഡ് പേപ്പർ അഥവാ ഇൻസർട്ടഡ് എൻഡ് പേപ്പർ 2 ഷീറ്റുകളാണ് ആവശ്യമുള്ളത്. ഷീറ്റുകൾ മടക്കി ഒന്നൊന്നിനുള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് ബുക്കിൻ്റെ ഇരുവശങ്ങളിലും പിടിപ്പിക്കുന്നു. ഇതിൽ ഒരു പേസ്റ്റിംഗ് ഷീറ്റും 2 ലൂസ് ലീഫും ഒരു ടിയറിംഗ് ലീഫുമാണുള്ളത്. മെയ്ഡ് എൻഡ് പേപ്പറിന് 3 ഷീറ്റുകളാണ് ഉപയോഗിക്കുന്നത്. 3 ഷീറ്റുകളും മടക്കി ഒരു ഷീറ്റിനുള്ളിലേക്ക് 2 ഷീറ്റുകൾ ഇൻസേർട്ട് ചെയ്യുന്നു. നടുവിൽ വരുന്ന ഷീറ്റുകൾ ഒട്ടിച്ചു ചേർക്കുന്നു. ഇതിനെ സ്റ്റിഫ് ലീഫ് എന്നാണ് പറയുന്നത്. ബോർഡിനോട് ചേർന്ന് വരുന്ന ആദ്യത്തെ ഷീറ്റ് മുറിച്ചു മാറ്റുന്നു. ഇതിനെ ടിയറിംഗ് ഷീറ്റ് എന്ന് പറയുന്നു. കൂടാതെ ഈ എൻഡ് പേപ്പറിന് 2 ലൂസ് ലീഫ് അഥവാ ഫ്ലൈ ലീഫുകളും ഉണ്ടായിരിക്കും. ക്ലോത്ത് ജോയിൻറ്റ് എൻഡ് പേപ്പർ കട്ടി കൂടിയ വലിയ ബുക്കുകൾക്കാണ് ക്ലോത്ത് ജോയിൻറ്റ് എൻഡ് പേപ്പർ ഉപയോഗിക്കുന്നത്. 3 ഷീറ്റുകളാണ് സാധാരണയായി ക്ലോത്ത് ജോയിൻറ്റ് എൻഡ് പേപ്പറിൽ ഉപയോഗിക്കുന്നത്. ബുക്കിൻ്റെ നീളത്തിനനുസരിച്ചുള്ള ഒരു ചെറിയ കഷ്ണം ലിനൻ തുണി എൻഡ് പേപ്പറിൻ്റെ ബാക്കിൽ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒട്ടിക്കുന്നു. നടുവിൽ വരുന്ന ഷീറ്റുകൾ തമ്മിൽ ചേർത്ത് ഒട്ടിക്കുന്നു. ഈ എൻഡ് പേപ്പറിന് ഒരു പേസ്റ്റിംഗ് ഷീറ്റ്, ഒരു ടിയറിംഗ് ഷീറ്റ്, 2 ഫ്ലൈ ലീഫുകൾ, ഒരു സ്റ്റിഫ് ലീഫ് എന്നിവ ഉണ്ടായിരിക്കും. വളരെ കാലം ഈട് നിൽക്കേണ്ട ബുക്കുകൾക്കാണ് സിക്സാഗ് എൻഡ് പേപ്പർ ഉപയോഗിക്കുന്നത്. 3 ഷീറ്റുകളാണ് ഇതിനുപയോഗിക്കുന്നത്. ചിത്രത്തിൽ കാണുന്നത് പോലെ ഒന്നാമത്തെ ഷീറ്റ് മടക്കിയതിന് ശേഷം ബാക്കി 2 ഷീറ്റുകൾ ഒന്നാമത്തെ ഷീറ്റിൻ്റെ മടക്കുകളിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. നടുവിൽ വരുന്ന ഷീറ്റുകൾ ചേർത്തൊട്ടിക്കുന്നു. ഇതിന് ഒരു ടിയറിംഗ് ഷീറ്റ്, ഒരു പേസ്റ്റിംഗ് ഷീറ്റ്, ഒരു സ്റ്റിഫ് ലീഫ്, 2 ഫ്ലൈ ലീഫുകൾ എന്നിവയാണുള്ളത്. റൗണ്ടിങ് ആൻഡ് ബാക്കിംഗ് ബുക്കിൻ്റെ പരന്ന ബാക്ക് വശം ഉരുണ്ടതായും ഫോറെഡ്ജ് ഉൾവളഞ്ഞതായും ആകൃതി മാറ്റം വരുത്തുന്നു. ഇതിനെയാണ് റൗണ്ടിങ് എന്ന് പറയുന്നത്. ബാക്കിംഗ് റൗണ്ടിങ് ചെയ്ത ബുക്കിന് ഇരുവശത്തും ഒരു ഗ്രൂവ് ഉണ്ടാക്കുന്നു. ഇതിനെയാണ് ബാക്കിംഗ് എന്ന് പറയുന്നത്. ഈ ഗ്രൂവിലേക്കാണ് ബോർഡുകൾ ചേർത്ത് വച്ച് ഒട്ടിക്കുന്നത്. തന്മൂലം ബുക്കുകൾ ഇഷ്ടാനുസരണം തുറക്കാനും അടയ്ക്കുവാനും സാധിക്കും. എഡ്ജ് ഡെക്കറേഷൻ പുസ്തകത്തിൻ്റെ അരികുകൾ ഭംഗിയാക്കുന്ന ജോലികളെ പൊതുവെ പറയുന്ന പേരാണ് എഡ്ജ് ഡെക്കറേഷൻ. ഇതിൽ കളറിംഗ്, സ്പ്രിംഗ്ലിംഗ്, ഗിൽഡിംഗ്, പെയിൻറ്റിംഗ്, ഗാഫറിംഗ്, മാർബിളിംഗ് മുതലായ വർക്കുകൾ വരുന്നു. കവറിംഗ് ബുക്ക് ബൈൻഡിങ്ങിൽ ഏറ്റവും അവസാനം ചെയ്യുന്ന ജോലിയാണ് കവറിംഗ്. ഒരു ബുക്കിൻ്റെ കവറിൽ ബുക്കിൻ്റെ പേര്, ഓതർ, പബ്ലിഷർ തുടങ്ങിയവരുടെ പേര് എന്നിവ ഉണ്ടായിരിക്കും. ഇന്ന് മൾട്ടി കളറിൽ അച്ചടിച്ച വളരെ മനോഹരമായ കവറുകളാണ് ഉപയോഗിക്കുന്നത്. വില കുറഞ്ഞ പുസ്തകങ്ങൾക്ക് കട്ടിയുള്ള കാർഡുകളിൽ പ്രിൻ്റ് ചെയ്ത കവറുകളും വില കൂടിയവയ്ക്ക് ബോർഡ് കവറുകളുമാണ് ഉപയോഗിക്കുന്നത്. ഫോർവേഡിങ്ങിന് ശേഷം ചെയ്യുന്ന എല്ലാ വർക്കുകളും ഫിനിഷിങ്ങിലാണ് വരുന്നത്. പോളിഷിങ്ങിനായി ലെതർ തയ്യാറാക്കുക, ഡിസൈനിങ്, കവറിൻ്റെ ഡെക്കറേഷൻ, ലെതറിൻ്റെ പോളിഷിംഗ് ഇവയെല്ലാം ഫിനിഷിംഗ് ഓപ്പറേഷനിലാണ് വരുന്നത്.